എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 12 ശ്ലോകം 20, 21, 22, 23, 24 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 5 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 12ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഭഗവാന്റെ ഉദ്ധവോപദേശം തുടരുന്നു. കോവളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്ലോകം 20. ഓം നമോ ഭഗവതേ വാസുദേവായ. അയം ഹി ജീവസ്ത്രിവൃതാബ്ജയോനി അവ്യക്തയേകോ വയസാ സാദ്യ വിശ്ലിഷ്ട ശക്തിർബഹുധേവ ഭാതി ബീജാനിയോനിം പ്രതിപദ്യയത്വത്. അതുകൊണ്ട് ഈശ്വരന്റെ സ്ഥൂല രൂപമായിരിക്കുന്ന പ്രപഞ്ചവും ഈശ്വരനും ഭിന്നമല്ല, ഒന്നു തന്നെ എന്ന് കാണിക്കുകയാണ്. സർവശരീരങ്ങളിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സമഷ്ടി ജീവസ്വരൂപനായ ഈ മഹേശ്വരൻ എല്ലാം ഉണ്ടാകുന്നതിനു മുമ്പ് ഉള്ളവനും അവ്യക്തനും ഏകനുമാകുന്നു. കാലത്താൽ വാഗാദീന്ദ്രിയങ്ങളായി ഭവിച്ചപ്പോൾ ബഹുരൂപൻ എന്ന പോലെ പ്രകാശിച്ചു. അല്ലാതെ ബഹുത്വം പരമാർത്ഥത്തിൽ ഇല്ല. ഏകനായിരിക്കുന്ന ഈശ്വരൻ ത്രിഗുണങ്ങളുടെ ആശ്രയവുമാകുന്നു. സമഷ്ടി ലോകസ്വരൂപമായിരുന്ന താമര ഇവനിൽ നിന്ന് ഉണ്ടായി. ആകപ്പാടെ ഈ പ്രപഞ്ചം ഈശ്വര സ്വരൂപം തന്നെ. ഈശ്വരനെ കൂടാതെ ഒരു അണുപദാർത്ഥം പോലും ഇല്ല. ഈശ്വരനിൽ ഇരിക്കുന്ന അനന്ത ശക്തികൾ കാലത്താൽ ഓരോന്നും ഓരോ സ്വരൂപത്തിൽ പ്രകാശിച്ചപ്പോൾ ബഹുവിധം എന്ന പോലെ കാണപ്പെട്ടു. ഒരു വിത്ത് മണ്ണിൽ കിടന്ന് മുളയ്ക്കുവാൻ തക്ക നനവും ചൂടും കിട്ടുമ്പോൾ കുറച്ചു ദിവസം കൊണ്ട് ഒരു മുള പൊങ്ങി പിന്നെ 2 ഇലയായി വിരിഞ്ഞ് ക്രമേണ വളർന്ന് പല കൊമ്പുകളും കമ്പുകളുമായി തട്ടിച്ച് എത്രയോ വലുതായ വൃക്ഷമായി പ്രകാശിക്കുന്നത് പോലെ ലോകമാകുന്ന വൻമരത്തിന്റെ വിത്ത് മഹേശ്വരനാകുന്നു. യസ്മിന്നിദം പ്രോതമശേഷമോദം പടോ യഥാ തന്തുവിതാന സംസ്ഥ യേഷ സംസാരതരു പുരാണ കർമാത്മക പുഷ്പഫലേ പ്രസൂതേ. ഈ ലോകത്തെ വസ്ത്രമായിട്ടും ഈശ്വരൻ നൂലായിട്ടും ഉദാഹരിച്ചുകൊണ്ട് ഈശ്വരനും ലോകവും ഒന്നാണെന്ന് കാണിക്കുകയാണ്. വസ്ത്രമുണ്ടാക്കാനായി ആദ്യം നൂലിഴകളെ ഒന്നോടൊന്ന് ചേർത്ത് നീളത്തില് തറയിലിടുന്നു. ഈ ഇഴകൾക്ക് ഓതം എന്നു പേര്. ഇനി ഇതിനു മീതെയായിട്ട് വിലങ്ങത്തിൽ നൂലുകളെ ചേർക്കുന്നു. ഇതിന് പ്രോതം എന്നു പേര്. ഓതപ്രോത സ്വരൂപമായിരിക്കുന്ന നൂലിഴകളെ തന്നെ വസ്ത്രം എന്ന് പറയുന്നത് പോലെ വൃഷ്ടി സമഷ്ടി എന്ന നാമരൂപഭേദങ്ങൾക്ക് ആശ്രയമായി വിളങ്ങുന്ന ഈശ്വരനെ തന്നെ ലോകം എന്ന് വ്യവഹരിക്കുന്നു. അവിദ്യാകൽപിതമായ ഈ ലോകഭാവം ജീവന് കർത്തൃത്വാദിഭാവത്തിന് കാരണമായി. ഇത് തന്നെ സംസാരം. പണ്ടുപണ്ടേയുള്ളതും അനാദികർമ്മജന്യവും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമാകയാൽ കർമാത്മകമായി തന്നെ ഇരിക്കുന്ന ഈ സംസാര വൃക്ഷം ഐഹിക സുഖസ്വരൂപങ്ങളായിരിക്കുന്ന പുഷ്പങ്ങളെയും മോക്ഷസ്വരൂപമായിരിക്കുന്ന ഉത്തമ ഫലത്തെയും ജനിപ്പിക്കുന്നു. ദ്വേ അസ്യ ബീജേ ശതമൂലസ്ത്രിനാള പഞ്ചസ്കന്ധ പഞ്ചരസ പ്രസൂതി ദശൈകശാഖോ ദ്വിസുവർണനീഡസ്ത്രിവൽക്കലോ ദ്വിഫലോർക്കം പ്രവിഷ്ട. ഈ സംസാരമാകുന്ന വൃക്ഷത്തിന് പുണ്യം പാപം എന്ന 2 വിത്തുകളുണ്ട്. അനേക വാസനകൾ തന്നെ ഈ വൃക്ഷത്തിന്റെ വേരുകൾ. സത്വാദി ഗുണങ്ങൾ നാളങ്ങൾ, 5 ഭൂതങ്ങൾ 5 വലിയ കവരങ്ങൾ, ശബ്ദാദി വിഷയങ്ങൾ ഉപശാഖകൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ 5ഉം കർമ്മേന്ദ്രിയങ്ങൾ 5ഉം മനസ്സും കൂടി 11 പ്രധാന ശാഖകൾ. ഇങ്ങനെ പരിപൂർണമായി തടിച്ചു പടർന്നിരിക്കുന്ന ഈ മരത്തിൽ ജീവാത്മാവ് പരമാത്മാവ് എന്ന 2 പക്ഷികൾ എപ്പോഴും വസിക്കുന്നു. വാതം പിത്തം കഫം എന്നിവ ഈ വൃക്ഷത്തിനെ പരിരക്ഷിക്കുന്ന മീതെയുള്ള തോലുകൾ. ആ സുഖം ദുഃഖം എന്ന 2 പഴങ്ങളെ
എപ്പോഴും ജനിപ്പിച്ചുകൊണ്ടിരിക്കും. സൂര്യമണ്ഡലം വരെ ഈ മരം വ്യാപിച്ചിട്ടുണ്ട്. അത്ര വലുതാണ്. സൂര്യമണ്ഡലം ഭേദിച്ച് ഗമിക്കുന്നവർക്ക് പുനരാവൃത്തി രഹിതമായ പദവി സിദ്ധിക്കുന്നതിനാൽ സൂര്യമണ്ഡലത്തിന് അപ്പുറം ഈ വൃക്ഷത്തിന്റെ വ്യാപ്തിയില്ല എന്ന് സാരം. അതന്തിചൈകം ഫലമസ്യ ഗൃധ്ര ഗ്രാമേ ചരായേ ഏകമരണ്യവാസ ഹംസായ ഏകം ബഹുരൂപമിജ്ജൈ മായാമയം വേദസ വേദവേദം. പല വിഷയസുഖങ്ങളെയും ആഗ്രഹിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ നിവസിക്കുന്ന ഗൃഹസ്ഥാശ്രമികളാകുന്ന കഴുകന്മാര് എന്ന പക്ഷികള് ഈ സംസാര വൃക്ഷത്തിന്റെ പ്രാകൃത സുഖ ദുഃഖരൂപമായിരിക്കുന്ന ഫലത്തെ അനുഭവിക്കുന്നു. കാമ്യകർമ്മം ചെയ്യുന്നവർക്ക് സിദ്ധിക്കുന്ന സ്വർഗാദി ഫലങ്ങളും പരിണാമത്തിൽ ദുഃഖപ്രദങ്ങളാകയാൽ ആഗ്രഹികൾക്കുള്ള ഫലം ദുഃഖം തന്നെ. ഇവര് വിവേകം കുറഞ്ഞവരായതുകൊണ്ടാണ് കഴുകന്മാരായിട്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ദുർഗന്ധമുള്ള ശവം ഭക്ഷിക്കുന്ന കഴുക്കളും ജരാമരണാദികൾക്ക് കാരണമായ വിഷയാശ ഉള്ളവരും തുല്യം. കർമ്മഫലത്തെ ഉപേക്ഷിച്ച് സന്യാസാശ്രമത്തെ സ്വീകരിച്ച വനേചരന്മാരായ പരമഹംസന്മാരാകുന്ന ഹംസപക്ഷികൾ നിരതിശയ സുഖരൂപമായിരിക്കുന്ന മോക്ഷഫലത്തെയും അനുഭവിക്കുന്നു. ജലത്തിൽ നിന്ന് പാലിനെ വേർതിരിച്ച് അനുഭവിക്കുന്ന ഹംസങ്ങളെ വിവേകികൾക്കു തുല്യമായി കൽപ്പിച്ചു. ഇവരുടെ വാസസ്ഥാനം കാടാണെങ്കിലും ഭക്ഷണം സുഖരൂപമായ മോക്ഷഫലമാകുന്നു. കഴുക്കളുടെ വാസം നാട്ടിലും ഹംസങ്ങളുടെ വാസം കാട്ടിലും, മ്ലേച്ഛഭക്ഷണം കഴുകന്മാർക്കും സുഖഭക്ഷണം ഹംസങ്ങൾക്കും ഇരിക്കുന്ന സ്ഥലത്തിൽ, അതായത് വീടുകളിൽ, ഗൃഹസ്ഥാശ്രമികൾക്ക് സകലതും ഉണ്ട്. സുഖം എന്നത് മാത്രം ഇല്ല. ജലമിശ്രമായ ക്ഷീരത്തിൽ നിന്ന് ജലത്തെ നീക്കി ക്ഷീരത്തെ മാത്രം ഗ്രഹിക്കുന്ന ഹംസപക്ഷികളെ പോലെ വിവേകികൾ ദുഃഖത്തെ നീക്കി സുഖത്തെ മാത്രം ഗ്രഹിക്കുന്നതിനാൽ ഹംസന്മാർ എന്ന് ഇവർക്ക് നാമധേയം സിദ്ധമായിരിക്കുന്നു. ഇങ്ങനെ ഈ സംസാര വൃക്ഷത്തിലിരിക്കുന്ന പരമാത്മസ്വരൂപനായ മഹാപക്ഷിയെ പൂജ്യന്മാരായ ആചാര്യന്മാരുടെ അനുഗ്രഹത്താൽ യാതൊരാൾ അറിയുന്നുവോ അവൻ വേദത്തിന്റെ തത്വം അറിഞ്ഞവനാകുന്നു. ഇങ്ങനെയിരിക്കുന്ന വേദ തത്വത്തെ അറിയുന്നത് അതിപ്രസന്ന സൂക്ഷ്മ ബുദ്ധികൾക്കല്ലാതെ സാധ്യമാകാത്ത വിഷമമാർഗമാകയാൽ അതിനായി ക്ലേശിക്കാതെ സർവാത്മന എന്നെ ശരണം പ്രാപിക്കണമെന്ന് ഉപദേശിക്കുന്നത് തന്നെയാണ് വേദസാര സിദ്ധാന്തം. ഇങ്ങനെയാണ് ഭഗവാൻ ഉദ്ധവന് മുമ്പ് ഉപദേശിച്ചത്. ഏവം ഗുരുവാസനയേക ഭക്ത്യാ വിദ്യാകുഠാരേണ ശിതേന ധീര വിവൃശ്ച ജീവാശയമപ്രമത്ത സമ്പത്യജാത്മാനമഥാത്യജാസ്ത്രം. ഗുരുവിനെ പരമഭക്തിയോടെ സേവിക്കുന്നവന് നിഷ്കളങ്കമായ ഭക്തി ഉണ്ടാവും. അറിവാകുന്ന വാളിന്റെ മൂർച്ചയുള്ള ഭാഗം തന്നെയാണ് ഭക്തി. ഈ വാൾമുന കൊണ്ട് ജീവന്റെ ഉപാധിയായിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തെ മുറിച്ചു കളയണം. ഉപാധി നശിച്ചാൽ പരിച്ഛിന്നത്വം തീർന്ന് സർവവ്യാപകത്വം സിദ്ധിക്കും. അതുതന്നെ പരമാത്മസ്വരൂപം. ഈ സ്വന്തം നിലയിൽ എത്തുവാനാണ് പലവിധമായി പലരും പരിശ്രമിക്കുന്നത്. ഇപ്രകാരം പരമാത്മസ്വരൂപനായി ഭവിച്ചവന് ഇനി സാധനകളെ കൊണ്ട് ആവശ്യമില്ല. അതുകൊണ്ട് അഖിലത്തെയും കളയൂ അഥവാ എന്ന് പറഞ്ഞു. ശത്രുജയം സമ്പാദിച്ച് സാമ്രാജ്യത്തിൽ സുഖിച്ചിരിക്കുന്ന ഒരു ധീരനായ രാജാവ് അസ്ത്രങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നത് പോലെ അറിയേണ്ടതായ പരമാത്മാവിനെ അറിഞ്ഞ് ആനന്ദ സ്വരൂപനായി ഭവിച്ചാൽ പിന്നെ കർമാദികൾ ആവശ്യമില്ല ഉദ്ധവ എന്ന് ഭഗവാൻ ഉപദേശിച്ചു. ഇങ്ങനെയല്ലാതെ ഏതെങ്കിലും അല്പമായ വേദഭാഗത്തെയോ വേദാന്ത ഭാഗത്തെയോ കാണാതെ ഉച്ചരിക്കാനായാൽ കർമ്മങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ച് സന്യാസിയായിരിക്കുക എന്നല്ല ഭഗവാൻ ഉപദേശിച്ചതിന്റെ സാരം. കർമ്മം ഉപേക്ഷിക്കാനുള്ള അതിർത്തിയായി നിശ്ചയിച്ച സ്ഥാനത്തിന്റെ വിവരമില്ലാതെ കർമ്മങ്ങളെ ബലാത്കാരേണ ഉപേക്ഷിക്കുന്നത് അധപ്പതനത്തിന് ഹേതുവായി വരുമെന്ന് ഇതുകൊണ്ട് തന്നെ സിദ്ധിച്ചിരിക്കുന്നു. സന്യാസം വിലക്ക് കിട്ടുന്നതല്ല, ആത്മസാക്ഷാത്കാരാവസ്ഥയിൽ സ്വതേ ലഭിക്കുന്ന സ്ഥിതിവിശേഷമാണ് സന്യാസം എന്ന് നന്നായി മനസ്സിലാക്കേണ്ടതാണ്. സന്യാസം മനസ്സിലാണ് ഇരിക്കുന്നത്, ശിരോമുണ്ടനത്തിലും കാഷായ വസ്ത്രത്തിലുമൊന്നും അല്ല എന്ന് സാരം. ഇതി ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ദ്വാദശോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.
ഈ 12-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീചരണങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.